250 ഗ്രാം ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഉള്ളി ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. പച്ചമുളക് ഒന്ന് റൗണ്ടിൽ അരിയുക. ഒരു 5 തണ്ട് മല്ലിയിലയും 1 തണ്ട് കരിയാപ്പിലയും അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 2 ചെറിയ തക്കാളി മിക്സിയുടെ ജാറിലോട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പഴുത്ത തക്കാളി അരിക്കണം. ചൂടായ എണ്ണയിലോട്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, സവോളയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവോളയും പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റിയെടുത്ത സവോളയ്ക്കകത്തോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ളതാണ്, അത് 1/2 ടേബിൾ സ്പൂൺ ആക്കിയത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഈ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റാം. അത്യാവശ്യം പൊടിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിക്കകത്തോട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചതാണ്. 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം. ഗ്രേവി വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം അത്യാവശ്യം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. കറി റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും കൂടെ ഒന്ന് നോക്കിക്കണേ. പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയുടെ പുറത്തായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. 2 പീസാക്കരുത്. കറിക്കകത്തിട്ടതിന് ശേഷം കുറച്ച് ഗ്രേവി എടുത്ത മുട്ടയുടെ നടുക്കായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം എരിവൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കും. പിന്നെ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഉപയോഗിക്കാം. ചപ്പാത്തിയും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്.